ഭാഗം 30. അവളെക്കുറിച്ച് മോശമായി ഒന്നും സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അമ്പിളിയും. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അമ്പിളിക്ക് ഒരു പ്രത്യേക വാത്സല്യമാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അകത്തേക്ക് കയറി. അമ്പിളിയെങ്കിലും അനിതയുടെ മുഖത്തൊരു ചിരി നിന്നു. ഇറങ്ങും മുൻപ് അവൾ അവന്റെ പുറത്തൊന്ന് ചുണ്ടുമുട്ടിച്ചു. അവന്റെ ചുണ്ടിൽ ഒരു ചിരിയും മുളപൊട്ടി. നീ ഇവിടുന്ന് എങ്ങനെ പോകും? അവൻ ചോദിച്ചു. അത് സാരമില്ല, ഞാൻ പൊയ്ക്കോളാം. അമ്മ എന്ത് കരുതി കാണും? എന്തെങ്കിലും മോശമായി കരുതിയിട്ടുണ്ടാവുമോ? അവൾ ആവലാതിയോട് ചോദിച്ചു. മോശമായി ഒന്നും കരുതിയിട്ടുണ്ടാവില്ല. മറ്റാരേക്കാളും നന്നായി അമ്മയ്ക്കല്ലേ മക്കളെ അറിയൂ. ഞാനങ്ങനെ പെൺപിള്ളാരോട് മോശം സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരാളൊന്നുമല്ലെന്ന് നന്നായിട്ടറിയാം. മാത്രമല്ല, വെറുതെ ഒരു തമാശ പോലെ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന്, അതുകൊണ്ടാണ് ഈ നാട്ടിൽ നിന്നും മാറി നിൽക്കാത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ പെൺകുട്ടിയാണെന്ന് കരുതും. എങ്കിലും നമ്മൾ ഷെഡിൽ നിന്ന് ഇറങ്ങി വരുന്നത് അമ്മ കണ്ടില്ലേ? തെറ്റായിട്ട് എന്തെങ്കിലും കരുതിയിട്ടുണ്ടാവുമോ എന്നാണ് എൻ്റെ പേടി. എന്ത് കരുതാൻ? അങ്ങനെ ഒന്നും കരുതില്ല. ഞാൻ ആ ടൈപ്പ് അല്ലെന്ന് മറ്റാരേക്കാളും അമ്മയ്ക്കറിയാം. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഞാൻ പറഞ്ഞത് മറക്കണ്ട. എപ്പോഴും വിളിക്കാൻ നിൽക്കണ്ട. രാത്രിയിലോ മറ്റോ അവസരം കിട്ടുന്നതനുസരിച്ച് ഒരു മെസ്സേജോ ഒരു മിസ് കോളോ. അപ്പുറത്ത് നീ ഉണ്ടെന്ന് എനിക്കൊരു സമാധാനത്തിന്. അനുവേട്ട, ഞാൻ ഏത് നമ്പറിലേക്കാണ് വിളിക്കുക? അത് കുഴപ്പമില്ല. നീ വീട്ടിലെത്തി രാത്രി ആവുന്നതിന് മുൻപേ ഞാൻ മറ്റൊരു നമ്പറിൽ നിനക്ക് മെസ്സേജ് അയച്ചേക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ? അനുവേട്ടൻ പഠിക്കണം, ഉഴപ്പരുത്. നിന്നെ കണ്ടതോടെ എനിക്ക് സമാധാനമായി. നീ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുൻപിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു വാശിയുണ്ട് ഇപ്പോൾ. എന്നിട്ട് എല്ലാവരോടും പറയണം എൻ്റെ പെണ്ണാണ് എനിക്ക് ജീവിക്കാൻ പ്രചോദനം തന്നതെന്ന്. ഒന്നും ഓർത്ത് വിഷമിക്കരുത്. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം. അവൻ അവളോട് ഏറെ കരുതലോടെ പറഞ്ഞു. കുറച്ചു മുൻപ് തന്നെ പിന്തുടർന്നു വന്ന ബൈക്കിലെ ചെറുപ്പക്കാർ ആ വഴി കൂടി പോകുന്നതും അനുവിനെ കണ്ടതോടെ അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കുന്നതുമൊക്കെ കണ്ടിരുന്നു. സൂക്ഷിച്ചവരെ നോക്കിയവളോട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എന്തുപറ്റി? അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ പുറകെ ഉണ്ടായിരുന്നു. ഞാൻ പേടിച്ചു പോയതായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ആര്? അവന്മാരോ? ഞാൻ ചോദിക്കാം. പെട്ടെന്ന് അവൻ അവിടേക്ക് പോകാൻ തുടങ്ങി. അനുവേട്ട. അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ കയറി പിടിച്ചു. അവർക്ക് എന്നെ നന്നായിട്ടറിയാം. എന്നിട്ടാണോ എൻ്റെ പെണ്ണിനോട്? അവർക്കറിയില്ലല്ലോ അത്. ഇപ്പോൾ തന്നെ അവരുടെ മുഖം കണ്ടില്ലേ? ഒരുപാട് പേടിച്ച പോലെ. ഞാൻ അനുവേട്ടനോടൊക്കെ തുറന്നു പറയുമോ എന്നുള്ള പേടിയായിരുന്നു അവർക്ക്. ഇങ്ങനെയൊരു ഗുണ്ടയുടെ ഭയത്തോടെ എല്ലാവരും അനുവേട്ടനെ നോക്കണമെന്നല്ല എൻ്റെ ആഗ്രഹം. പോലീസ് യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ബഹുമാനം കലർന്ന ഭയത്തോടെ എല്ലാവരും നോക്കണം. അല്ലാതെ ഇങ്ങനെ കലിപ്പനാകുന്നത് കഥകളിലും സിനിമയിലും ഒക്കെ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിൽ അത്ര രസമുള്ള കാര്യമല്ല. അവരെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവൂ. ദേഷ്യം വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. നമുക്കൊരാളെ കൊല്ലാൻ തോന്നിയാലും പിറ്റേ ദിവസം വരെ ഒന്ന് കാത്തിരുന്നാൽ ദേഷ്യം മാറുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിലും വലുതായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കാൻ പറ്റുന്ന യാതൊരു ദുരന്തങ്ങളുമില്ല. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് പറ്റുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയ വില നൽകേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യം അനുവേട്ടൻ കുറയ്ക്കണം. അനുവേട്ടൻ്റെ ഈ കലിപ്പ് മുഖമെന്തോ എനിക്കിഷ്ടമില്ല. അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഇപ്പോൾ വെറുതെ നിന്നോട് പറയാം മാറ്റാന്ന്. പക്ഷെ അതെൻ്റെ സ്വഭാവമല്ലേ. എനിക്ക് മാറ്റാൻ പറ്റൂ ഏട്ടാ. നമ്മളെക്കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല. ദേഷ്യം വരുമ്പോൾ ഒക്കെ ഒന്ന് സ്വയം നിയന്ത്രിച്ചാൽ മാത്രം മതി. അപ്പോൾ ഒക്കെ പറ്റും. കാത്തിരിക്കാൻ ഒരാളുണ്ടെന്ന് സ്വയം പറഞ്ഞാൽ മതി. അപ്പോൾ പറ്റും. പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ശ്രമിക്കാം. നിനക്ക് വേണ്ടി. അതുമതി. അനുവേട്ടൻ എന്നോട് ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് പ്രാവർത്തികമാക്കാൻ അനുവേട്ടന് സാധിക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് കലിപ്പനും കാന്താരിയും ഒന്നും വേണ്ട. എങ്കിൽ പിന്നെ മറ്റേ ഐറ്റം എടുക്കട്ടെ. മറ്റേതോ? എന്ത്? അവൾ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. മറ്റേ കല്ലുമാലക്കാതിൽ. ഗൗരവം ഒട്ടും വിടാതെയുള്ള അവന്റെ മറുപടിയിൽ അവൾ ചിരിച്ചു പോയിരുന്നു. അപ്പൊ തമാശയൊക്കെ പറയാൻ അറിയാം അല്ലേ? അതിന് അവസരം വന്നിട്ടില്ലല്ലോ മോളെ. തമാശ മാത്രമല്ല, മറ്റു പലതും അറിയാം. അവസരം വരട്ടെ. ഓരോന്നോരോന്നായി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൻ കുസൃതിയോടൊരു കണ്ണിറുക്കി പറഞ്ഞു. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ സന്തോഷവും അവൾ ശ്രദ്ധിച്ചിരുന്നു. അവന്റെ സന്തോഷങ്ങളുടെ കാരണം താനാണെന്ന് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. മൊത്തത്തിലൊന്ന് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവന്റെ രോമങ്ങളാൽ സമൃദ്ധമായ കയ്യിൽ അവളൊന്ന് മുറുക്കി പിടിച്ചു. പിന്നെ കണ്ണ് രണ്ടും ചിമ്മിക്കാണിച്ചു. എന്നും ഒപ്പമുണ്ടെന്ന് പറയാതെ പറയുന്നത് പോലെ. അവളുടെ ആ സ്പർശനം നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല അവന്. 100 ജന്മം അവൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഊർജം ആ സ്പർശനത്തിലുണ്ടായിരുന്നു. ഈ ലോകത്തോട് മുഴുവൻ അവൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായ ഒരു യോദ്ധാവായിരുന്നു ആ നിമിഷം അവൻ. അത്രമേൽ അവളുടെ നിർമ്മലമായ സ്നേഹം അവനെ കീഴ്പ്പെടുത്തി തുടങ്ങിയിരുന്നു. അല്ലെങ്കിലും സ്നേഹത്തിന് മായ്ക്കാൻ കഴിയാത്ത എന്തു മരുന്നാണ് ഈ ലോകത്തുള്ളത്? ഞാൻ കൊണ്ടുവിടണോ? ഏറെ ആർദ്രതയോടെ അവൻ ചോദിച്ചു. വേണ്ട. ആരെങ്കിലും കണ്ടാൽ പിന്നെ അത് പ്രശ്നമാകും. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല.
എനിക്ക് അനുവേട്ടനെ അടുത്ത് നിന്ന് പോകാൻ പോലും തോന്നുന്നില്ല. ഇങ്ങനെ നോക്കി ഇങ്ങനെ കുറേ നേരം നിൽക്കാനാണ് തോന്നുന്നത്. പക്ഷെ സാഹചര്യം ഒരുപാട് മോശമല്ലേ? എങ്കിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞത് മറക്കണ്ട. അവൾ നടന്നു പോകുന്നത് നോക്കി കുറേ സമയം അവൻ അവിടെ നിന്നു. അവൾ അകലങ്ങളിലേക്ക് മാഞ്ഞു തുടങ്ങിയപ്പോഴാണ് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരികെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു അമ്പിളി. സംശയം കലർന്ന മുഖത്തോടെ അവനെ തന്നെ അമ്പിളി നോക്കി. ഒന്നും മിണ്ടാതെ ഷെഡിലേക്ക് കയറാൻ തുടങ്ങുന്നവനെ അവർ വിളിച്ചു. നിൽക്കടാ അവിടെ. അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മിണ്ടാതെ അവിടെ നിന്നു. ആ കുട്ടി ഏതാടാ? അത് നിന്നെ തിരക്കി ഇവിടെ വന്നതോ അതോ നീ വിളിച്ചു കയറ്റിയതോ? അങ്ങനെ ആരെയും വിളിച്ചു കയറ്റുന്ന പാരമ്പര്യ സ്വഭാവം എനിക്ക് കിട്ടിയിട്ടില്ല. അവന്റെ ആ മറുപടി ഒരു വല്ലാത്ത പ്രഹരമായിരുന്നു അവരിൽ ഏൽപ്പിച്ചിരുന്നത്. എന്താടാ നീ പറഞ്ഞത്? അവന്റെ അരികിലേക്ക് വന്നവന്റെ തോളിൽ ഒരടി കൊടുത്തുകൊണ്ടാണ് അമ്പിളി സംസാരിച്ചത്. താൻ പറഞ്ഞത് ഒരല്പം കടുത്തുപോയി എന്ന് അനന്തുവിനും തോന്നിയിരുന്നു. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ നിനക്ക് വലുതും തന്ന് ഞാനും അത് കഴിച്ച് മരിക്കണമെന്ന് ആദ്യം തോന്നിയത്. പിന്നെ ഓർത്തു, ഒന്നും അറിയാത്ത കുഞ്ഞ്, അതെന്ത് തെറ്റ് ചെയ്തു? ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഞാനായിട്ട് നിഷേധിക്കാൻ പാടില്ല. ഒരു ഭാഗ്യദോഷി അമ്മയുടെ മകനായി ജനിച്ചതുകൊണ്ട് കുട്ടിക്കാലത്തെ അകാല മരണം താനായിട്ട് അവനെ വിധിക്കരുത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. ഓരോ ദിവസവും വിശന്നിട്ട് നീ കരയുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് തരാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്ന ആളെ ഞാൻ അകത്തേക്ക് വിളിച്ചു കയറ്റിയത്. അതും ഞാൻ വിളിച്ചു കയറ്റിയതല്ല, അവരിങ്ങോട്ട് വന്നതാ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് അവർക്ക് മുന്നിൽ പായ വിരിക്കേണ്ടി വന്നു. അതെന്റെ ശരീരത്തിന്റെ സുഖമല്ല ഞാൻ വിചാരിച്ചത്. എന്റെ കുഞ്ഞിന് ഒരു നേരമെങ്കിലും ആഹാരം കിട്ടുമല്ലോ, അവന്റെ വിശപ്പ് ഒരു നേരമെങ്കിലും മാറുമല്ലോ. പാല് കിട്ടുമ്പോഴുള്ള അവന്റെ ചിരി, ആ ചിരി മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയല്ല ഞാൻ ഒന്നും ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസത്തെ അന്നത്തിന് വേണ്ടി മാത്രമായിരുന്നു. ഇഷ്ടമുണ്ടായിട്ടല്ല പലരുടെയും വീട്ടുപടിക്കൽ പോയി വീട് പണിക്ക് നിന്ന് കൊടുത്തിട്ടുള്ളത്. ആരും അതുപോലും നൽകാൻ തയ്യാറായപ്പോൾ ആണ് അവസാന മാർഗമെന്ന നിലയിൽ ഇത് ഞാൻ തിരഞ്ഞെടുത്തത്. അല്ലാതെ നീ കരുതുന്ന പോലെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ആളിനെ വിളിച്ച് കയറ്റുകയായിരുന്നില്ല. അമ്പിളി ആരെയും ഇതുവരെ വിളിച്ച് കയറ്റിയിട്ടില്ല. തേടി വന്നിട്ടുള്ളവരെയും പറഞ്ഞയക്കാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അവസ്ഥ അതായിരുന്നു. അവസാനമായി ഒരാൾ വന്നപ്പോൾ, നീ ഇന്ന് ഏറ്റവും വെറുപ്പോടെ എന്നെ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ നിന്നെ ഓർത്ത് തന്നെയാണ് അയാളെ ഞാൻ ഭർത്താവായി സ്വീകരിച്ചത്. ഒരു രണ്ടാം വിവാഹം ആഗ്രഹിച്ചത് നീ വളർന്ന് വലുതാകുമ്പോൾ എന്റെ മോശം പേര് നീ കേൾക്കരുതെന്ന് വിചാരിച്ച. എനിക്കും നിനക്കും ചെലവിന് തരാമെന്നും ഇനി മറ്റാർക്കും നീ പായ വിരിക്കേണ്ട എന്നും പറഞ്ഞപ്പോൾ നിന്നെ ഓർത്ത് തന്നെയാണ് ഈ ജീവിതത്തിന് ഞാൻ തയ്യാറായത്. എന്നിട്ടിപ്പോ നിന്റെ മുൻപിൽ മോശക്കാരിയായി ഞാൻ. അമ്മേ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അനന്തു വല്ലാതായി പോയിരുന്നു. ഒരു നിമിഷം അവന്റെ സ്വഭാവത്തിൽ അമ്പിളിയൊന്ന് അമ്പരന്നു പോയിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തട്ടിക്കയറി സംസാരിക്കുന്നവനാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷം അവൻ അമ്മ എന്ന് ആത്മാർത്ഥമായി വിളിച്ചപ്പോൾ അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആ കുട്ടി ഏതാ? കണ്ണുനീർ തുടച്ച് അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു കുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന്. അവളാണ്. ആരുമില്ലാത്ത സമയത്ത് നീ എന്തിനാ അവളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? അമ്മ കരുതുന്നത് പോലെയൊന്നുമല്ല. ഞാൻ അത്തരത്തിലുള്ള ആളല്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. അവളുടെ വീട്ടിലെ കുറച്ച് പ്രശ്നം ഞാനുമായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞു. അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല. വീട്ടിലാരുമില്ലാത്ത സമയം നോക്കി എന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. വിശ്വന്റെ മോളാണോ അത്? അതമ്മയ്ക്ക് എങ്ങനെ അറിയാം? ആണോ അല്ലയോ? ആണോ. നിനക്ക് തോന്നുന്നുണ്ടോ ഇത് നടക്കുമെന്ന്? വെറുതെ ഒരു പെൺകുട്ടിക്ക് മോഹം കൊടുക്കരുത്. മോഹം കൊടുത്ത അവസാനം അത് നടക്കില്ലെന്ന് വരുമ്പോൾ ആൺകുട്ടികൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരുത്തന്റെ ഭാര്യയായാലും വേദന അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. എത്താത്ത കൊമ്പിലേക്ക് പിടിക്കാൻ നോക്കരുത്. അമ്പിളി പറഞ്ഞു. ഇത് നടക്കും, ഇതേ നടക്കും, ഉറപ്പിച്ചവൻ പറഞ്ഞു. എന്താ നന്ദു നീ പറയുന്നത്? അവരൊക്കെ വലിയ വലിയ ആളുകളാണ്. അവരൊന്നും നമ്മുടെ വീട്ടിലേക്ക് ആ കുട്ടിയെ അയക്കില്ല. അവൾക്ക് ഞാനല്ലാതെ മറ്റാരും വേണ്ടെന്ന് ഉറച്ച നിലപാടിലാണ്. വിളിച്ചോണ്ട് വരാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഇത്രകാലം നോക്കി വളർത്തിയ അതിൻ്റെ അച്ഛനെയും അമ്മയെയും വേദനിപ്പിച്ചിട്ടുള്ള ജീവിതം ശാശ്വതമാവില്ല. അത് നമുക്ക് വേണ്ട. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളല്ലാതെ മറ്റൊരു ജീവിതം എനിക്കില്ല. എന്നെ അല്ലാതെ മറ്റാരെയും അവൾ കല്യാണം കഴിക്കില്ല. എനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാമെന്നാണ് അവൾ പറഞ്ഞത്. അമ്മയ്ക്ക് അറിയില്ല അവൾ എന്നെ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവൾക്ക് എത്ര വയസ്സ് കാണും? കൂടിയാൽ 21 വർഷം അവളെ സ്നേഹിച്ച് വളർത്തി അവളുടെ അച്ഛനമ്മമാർ അവൾക്ക് കൊടുത്ത സ്നേഹത്തിലും വലുതല്ല നീ അവളോട് കാണിക്കുന്നത്. അതവൾ മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് പ്രായമെടുക്കും. പക്ഷേ നീ ഒരു പക്വതയുള്ള പുരുഷനാണ്. നീ ഒരിക്കലും അത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കരുത്. അമ്മ എന്താ പറയുന്നത്? ഞാൻ അവളെ മറക്കണമെന്നാണോ? മറക്കണമെന്നല്ല, നിന്റെ മാറ്റത്തിന് കാരണം ആ കുട്ടിയാണ് എന്ന് എനിക്ക് നന്നായി അറിയാം.
നല്ല കുട്ടിയാണത്. പക്ഷെ ഒരിക്കലും അതിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപം വാങ്ങി അവളെ ജീവിതത്തിലേക്ക് കൂട്ടരുതെന്നാണ് പറഞ്ഞത്. നിനക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അവളുടെ വീട്ടുകാരെ പറ്റിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? അത് ശരിയായില്ല. നീ അതിന് സമ്മതം മൂളാൻ പാടില്ലായിരുന്നു. ഇനി ആ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ നീ വേണം അവളോട് അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ. അച്ഛനെയും അമ്മയും പറ്റിച്ചൊരു സ്നേഹം വേണ്ട, അതിൻ്റെ ശാപം കിട്ടും മക്കളെ. കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞ് വളർത്തുന്ന മാതാപിതാക്കൾ ഒന്ന് ശപിച്ചാലുണ്ടല്ലോ, അത് വല്ലാതെ ഏൽക്കും മോനെ. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വേദന പറഞ്ഞാൽ ഇപ്പോൾ നിനക്ക് മനസ്സിലാവില്ല. നാളെ നീയും ആ സ്ഥാനത്ത് നിന്നാലേ അത് മനസ്സിലാവൂ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല അമ്മേ, കുറച്ചു നേരം സംസാരിച്ചു എന്നേ ഉള്ളൂ. തെറ്റ് ചെയ്യുന്നതിലല്ല. ഇപ്പോൾ തന്നെ അവൾ ഇവിടെ വന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടു. നാളെ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലെത്തുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഒന്നാമത് നിന്റെ അമ്മയ്ക്ക് ആവശ്യത്തിന് ചീത്തപ്പേരുണ്ടല്ലോ, അത് അവൾക്ക് മോശമായി ബാധിക്കും. അവളുടെ അമ്മയ്ക്കും അച്ഛനും അത് താങ്ങാൻ പറ്റില്ല. പറയുന്നവർക്ക് മുന്നിൽ അവർ നാണം കെട്ട് നിൽക്കണം. എൻ്റെ മോൻ കാരണം ആരും വിഷമിക്കരുത്, അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ പറയുന്നത്? നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം അവരമ്മയെ അടിച്ചിറക്കിയാലും സാരമില്ല. നിനക്ക് വേണ്ടി അമ്മ പോയി അവിടെ ആലോചിക്കും. എന്നിട്ട് സമ്മതമല്ലെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കുന്നത്. അമ്പിളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അത് ശരിയാണെന്ന് അനന്തുവിന് തോന്നിയിരുന്നു. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.